ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷെഫ് ലിജോ. നമ്മുടെ ചാനലിലൂടെ നമ്മൾ അറിയിക്കുന്ന ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഫ്രീ ജോബ് വേക്കൻസികളാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ എൻ്റെ ഷെയർ വഴി ഒത്തിരി ആളുകൾക്ക് ജോബ് കിട്ടാനുള്ള സാധ്യതകളാണ് നമ്മൾ കൂടുതലാക്കുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ ജോബുകൾ അറിയിക്കുന്നത് നമ്മുടെ എൻ്റെ ഇത്ര വർഷത്തെ ഗൾഫ് എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാനുള്ള ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വരുന്ന ജോബ് വേക്കൻസികൾ, അതേപോലെ തന്നെ എന്നെ നേരിട്ട് അറിയിക്കുന്ന ജോബ് വേക്കൻസികളൊക്കെയാണ് നമ്മൾ നമ്മുടെ ചാനൽ വഴി അറിയിക്കാറുള്ളത്. അത് ആദ്യം മുതലേ നമ്മൾ പറയുന്നത് നമ്മുടെ ചാനൽ കാണുന്നതുമായിട്ടുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം ഇവിടെ നാട്ടിൽ വന്നപ്പോൾ 6000 പേർക്ക് വേക്കൻസി ഉള്ള ഒരു ജോബിന്റെ കാര്യത്തിനും, അതേപോലെ തന്നെ ഗൾഫിൽ അവരെ യാതൊരുവിധ കണക്ഷൻസ് ഇല്ലാത്ത, അതായത് നമുക്ക് ഫ്രണ്ട്സ് ഇല്ല, നമ്മുടെ റിലേറ്റീവ്സ് ഇല്ല, നമുക്ക് വന്ന് നിൽക്കാൻ സൗകര്യങ്ങളില്ല, അങ്ങനെയുള്ള ആളുകൾക്ക്, വരാൻ സന്നദ്ധരായിട്ടുള്ള ആളുകൾക്ക്, അത് കുടുംബസമേതം ഫാമിലി ആയിട്ട് വരാൻ താല്പര്യമുള്ള ആളുകളുണ്ടോ, അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ പറ്റുന്ന രീതിയിൽ എൻ്റെ ഫ്രണ്ട്സ് അവിടെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ വിത്ത് വൈഫൈ സൗകര്യങ്ങൾ, അതേപോലെ തന്നെ അവർ വിസിറ്റിംഗ് വിസ അവരെടുത്ത് തരും. അല്ലാന്നുണ്ടെങ്കിൽ സ്വമേധയാ വന്നെടുക്കുക. എന്നിട്ട് അവർ റൂമിന്റെ അതേപോലെ തന്നെ ഫുഡിന്റെയും വൈഫൈന്റെയും കൂടിയായിട്ടുള്ള ചാർജ് അവർ പറയുന്നത് നമുക്ക് പേ ചെയ്താൽ മതി. അതല്ലെങ്കിൽ എല്ലാം കൂടി ഒരു അറൗണ്ട് 70,000, അതായത് 70,000 രൂപേന്റെ ഉള്ളിൽ ഒതുങ്ങുന്ന 2 മാസത്തെ ഫുഡ് ആൻഡ് അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ അലൗ ചെയ്തിട്ടുള്ള ഒരു പാക്കേജ് ആണെന്നാണ് അവരെന്നെ അറിയിച്ചിട്ടുള്ളത്. പക്ഷെ അത് പൂർണ്ണമായിട്ട് പാക്കേജ് അതായത് ഇതിന്റെ റേറ്റ് കാര്യങ്ങളൊന്നും ഫിക്സ് ആയിട്ടില്ല. അതിനോട് 2 മാസം മുന്നേ പറഞ്ഞ കാര്യമാണ്. നമ്മളിത് ഓൾറെഡി ഇതിനിടയ്ക്ക് നമ്മൾ പറയാറുണ്ടായിരുന്നു വീഡിയോയിൽ. അപ്പോൾ ഈ 2 കാര്യങ്ങൾക്കും താല്പര്യമായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് തന്നെ നേരിട്ട് വന്ന് കാണാം. അതിന് യാതൊരു പ്രശ്നമില്ല. അങ്ങനെയുള്ള ആളുകളോടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, നേരിട്ട് തന്നെ വന്ന് കണ്ടോളൂ. ബാക്കി ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് നേരിട്ട് വന്നിട്ട് എന്ത് ചെയ്യാം, നിങ്ങളുടെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അത് പറഞ്ഞു തരാമെന്ന് പറഞ്ഞത്. അതായത് 6000 ആളുകൾക്ക് വേക്കൻസി ഉള്ള ബൈക്ക് ഡെലിവറി ജോബ്, ഫുഡ് ഡെലിവറി ജോബിന്റെ കാര്യമാണ് ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ കാര്യങ്ങൾ, ചാർജസ് കാര്യങ്ങളൊക്കെ ഉള്ളതൊക്കെ നമ്മൾ ചാനലിൽ പറയാറുണ്ട്. ബാക്കി എല്ലാ ജോബുകൾക്കും ജോബ് വിസകൾ ഫ്രീ ആയിട്ട്, സർവീസ് ചാർജുകൾ ഇല്ലാത്ത ജോലികൾ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ നമ്മുടെ ചാനലിൽ അറിയിക്കാറുള്ളത്. ഇപ്പൊ ഞാനിവിടെ വന്ന സ്ഥിതിക്ക് ഇവിടെ ഞാൻ എൻ്റെ നമ്പർ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരുപാട് പ്രാവശ്യം നമ്മളിതിന് മുന്നേ തന്നെ നമ്മൾ പറഞ്ഞിട്ട്, നാട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് കോൺടാക്ട് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഞാൻ നമ്പർ കൊടുക്കും. അപ്പോൾ നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യും. സഹായങ്ങൾ ചെയ്യാന്ന് പറയുമ്പോൾ എന്നെ നേരിട്ട് അറിയിക്കുന്നത് ഞാൻ മാക്സിമം നമ്മൾ ചാനൽ വഴി തന്നെയാണ് എല്ലാം വിടാറുള്ളത്. അതേപോലെ തന്നെ അതിന് നമ്മളൊരു പ്രത്യേകമായിട്ട് ആരുടെടുത്തുനിന്നും ഇതുവരെ 1 രൂപ പോലും നമ്മൾ കമ്മീഷൻ, നമ്മളെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതുവരെ കമ്മീഷൻ മേടിച്ചിട്ടില്ല. ഞാൻ അങ്ങനെ മേടിക്കാൻ ആഗ്രഹിക്കുന്നുമില്ല. എന്നാൽ എനിക്ക് പണം ഉണ്ടായിട്ടാണെന്ന് ചോദിച്ചാൽ പണം ഉണ്ടായിട്ടല്ല. നമ്മളൊക്കെ അവിടെ ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കൊക്കെ ജോബ് മേടിച്ചു തരാൻ വേണ്ടി, അല്ലെങ്കിൽ ജോബ് നമ്മൾ അന്വേഷിക്കുമ്പോൾ അതൊക്കെ കണ്ടെത്താനും, അല്ലെങ്കിൽ നമ്മളോടത് പറയാനും, എനിക്ക് എൻ്റെ ജോലി പോയാൽ തന്നെയുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അതൊക്കെ ഓരോ ഫ്രണ്ട്സ്, നമ്മുടെ ഓരോ സുഹൃത്തുക്കളാണ് നമുക്ക് ചെയ്തു തരുന്നത്. അപ്പോൾ ഞാനും നിങ്ങളുടെ ഒരു സുഹൃത്തായി കണ്ടിട്ട്, അല്ലെങ്കിൽ ഞാനും നിങ്ങളെ പോലെ തന്നെ ഒരാളായി നിന്നിട്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്തു തരുന്നത്. അതല്ലാതെ എനിക്കിതിനകത്ത് വേറെ യാതൊരു വിധത്തിലുള്ള ഒരു മുതലെടുപ്പോ കാര്യങ്ങളൊന്നുമില്ല. ഇതുവരെ ഒരു യൂട്യൂബറും ചെയ്യാത്ത, അല്ലെങ്കിൽ ഇതുവരെ ജോബ് വേക്കൻസികൾ പറയുന്ന ആരും ചെയ്യാത്ത കാര്യങ്ങളാണ്. സ്വന്തം വീട്ടിലേക്ക് വന്നിട്ട് നിങ്ങൾക്ക് ഞാനുമായിട്ട് സംസാരിക്കാനുള്ള അവസരം. അത് ഞാനുമായിട്ട് ഒരു പരിചയവും ഇല്ലാത്ത ഓരോ ആളുകളാണ്. എല്ലാ ദിവസവും വീഡിയോസ് കാണുന്നത് പുതിയ ആളുകളാണെന്ന് എനിക്കറിയാം. അപ്പോൾ നമ്മൾ ഇത് ചെയ്യുന്നത്, നമ്മൾ വഴി ആർക്കെങ്കിലും ഒരു ഉപകാരം ഉണ്ടായിട്ട് ഒരു കുടുംബം രക്ഷപ്പെടട്ടെ എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിനകത്ത് വേറെ യാതൊരു വിധത്തിലുള്ള ലാഭമോ നഷ്ടമോ എനിക്കില്ല. എനിക്ക് നഷ്ടം എന്ന് പറയുന്നത് എൻ്റെ കുറച്ച് സമയം മാത്രമാണ്. ഞാനിവിടെ വന്ന് നമ്മളിവിടെ റെസ്റ്റിലാണ്. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്, ഞാൻ ട്രീറ്റ്മെന്റിന് വന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം, എനിക്കൊരു കിട്ടുന്ന ഒരു സമയം, നമ്മൾ അതിൻ്റെ ഒരു ഭാഗം ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ ചെലവഴിക്കുന്നു. സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ വീഡിയോ ചെയ്യുന്നു. അതേപോലെ തന്നെ അതിൻ്റെ ഭാഗമായിട്ട് ബാക്കിയുള്ള ഫ്രീ ടൈം, ഞാനവിടെ ജോലി ചെയ്യുന്ന ആ സമയത്തിൻ്റെ അതേപോലെ ഒരു ഭാഗം ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ നമ്മൾ മാറ്റി വെക്കുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ്. എന്നെക്കുറിച്ച് അറിയാത്ത കുറേ ആളുകളുണ്ട്. അപ്പോൾ അവർ വന്നിട്ട് കമന്റ് ബോക്സിലൊക്കെ പല കാര്യങ്ങളും പറയാറുണ്ട്. അവിടെ വന്നിട്ട് കുടുങ്ങരുത്. സത്യം പറയാണ്, ഞാനൊക്കെ 10-13 വർഷമായി. നമ്മളാരും കാലും ഒക്കെ ഏറ്റിയിരുന്നിട്ട് അവിടെ ആരും നമുക്ക് ഒരു രൂപ പോലും കൊണ്ടുതരില്ല. നമ്മൾ അധ്വാനിക്കും, അല്ലെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. നമ്മുടെ എക്സ്പീരിയൻസിനും നമ്മുടെ ജോലിക്കുമാണ് നമ്മൾ പൈസ മേടിക്കുന്നത്. അതല്ലാതെ നമുക്ക് ആർക്കും ഒരാളും വെറുതെ പൈസ ഗൾഫിൽ നല്ല, നിങ്ങളൊരു ജോലിക്ക്, ഇപ്പം ഞാനൊരു അങ്ങനെ കമന്റ് ഇവിടെ 1-2 കമന്റുകൾ കണ്ടുകൊണ്ടാണ് ഞാനത് അങ്ങനെ എടുത്തു പറയുന്നത്. അതായത് ഗൾഫിൽ ജോലിക്ക് വരുന്ന ആളുകൾ സ്വന്തം വീട്ടിലെ ഒരു സാഹചര്യം ചിന്തിക്കുക. അതായത് ഇപ്പം നിങ്ങളൊരു പണിക്കാരൻ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലൊരു ജോലിക്ക് ഒരാളെ നിങ്ങൾ വിളിക്കുകയാണ്. അതായത് ഡെയിലി വേജസിന് ഒരാളെ ഒരു ദിവസം വെച്ചു എന്ന് വിചാരിക്കുക. അയാൾ വന്നിട്ട് നമ്മുടെ വീട്ടിൽ വെറുതെ ഇരുന്നിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ അവർക്ക് ശമ്പളം കൊടുക്കാൻ നിങ്ങൾ റെഡിയാവുമോ, അല്ലെങ്കിൽ അന്നത്തെ കൂലി കൊടുക്കാൻ നിങ്ങൾ തയ്യാറാവുമോ? ഇല്ല. അതേപോലെ തന്നെ നിങ്ങൾ അവിടെ വന്നിട്ട് അധ്വാനിക്കാൻ മനസ്സുള്ളവർ മാത്രം വന്നാൽ മതി.
അതല്ലാതെ അവിടെ വന്ന് അവിടെ രാജാക്കന്മാരെ പോലെ ജീവിക്കാം അങ്ങനൊന്നുമില്ല. ഇവിടെ എങ്ങനെയാണോ ശരിക്കും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ ഉള്ള ഓരോരുത്തരും ജോലി ചെയ്യുന്നത്, അതേപോലെ തന്നെ അവിടെ വന്ന് ഗൾഫിൽ വന്നിട്ട് അവിടെ എന്താണോ ജോലി ആ ജോലിയാണ്. അത് ഗൾഫ് എന്നല്ല, ഈ വേൾഡ് ഫുള്ളായിട്ട് എവിടെയാണെങ്കിലും ജോലി ചെയ്യാൻ പോകുന്നവർ ജോലി ചെയ്യാൻ പോകണം. വെറുതെ ഇരുന്ന് കമൻറ്റ് എഴുതാനും അല്ലാന്നുണ്ടെങ്കിൽ നല്ല പൈസയുള്ളവർ വീട്ടിലിരുന്നിട്ട് ഒരു പണിയില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യും. ഞാനത് എനിക്ക് ഹേർട്ടായിട്ട് പറയുന്നതല്ല, ഞാൻ ഉള്ളതുപോലെ പറഞ്ഞതാണ്. കാരണം എന്ന് പറയുന്നത് നമ്മളിവിടുന്ന് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി അങ്ങനെ ആക്കി അങ്ങനൊന്നുമില്ല. നമ്മളിവിടെ ജോലി ചെയ്യാൻ പോകുന്ന ആളുകൾക്ക് സഹായം എന്നുള്ള രീതിയിലാണ് എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ നിങ്ങളെ സഹായിക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് വേറെ യാതൊരു ഒളിയോ മറയോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ജോലി ശരിയാക്കി കൊടുക്കുന്ന സ്ഥാപനത്തിലെ ഓണേഴ്സുമാരായിട്ടോ അല്ലെ ആ കമ്പനി ആ സ്ഥാപനമായിട്ടോ എനിക്ക് ഒരു പരിചയം പോലും ഉണ്ടാവില്ല. നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കും. അത് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നവർ അല്ലെങ്കിൽ അവിടെ ജോലി ഇഷ്ടപ്പെട്ട് താല്പര്യപ്പെട്ട അവനവൻ്റെ കുടുംബത്തിൽ ഓരോ കാര്യങ്ങൾ നടത്തണമെന്ന് ആഗ്രഹമുള്ള ആളുകൾ അവിടെ നിൽക്കും. അതല്ല അവിടെ ചെന്നിട്ട് നിങ്ങൾ പഠിച്ച ജോലിയല്ല നിങ്ങൾ അവിടെ ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ, ഞാനത് എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ ഒരു എക്സ്പീരിയൻസ് ആണ് ഫസ്റ്റ് വേണ്ടത്. നമുക്ക് വേണ്ടത് ഒരു ഇന്റർനാഷണൽ എക്സ്പീരിയൻസ് മാത്രമാണ്. ആ എക്സ്പീരിയൻസിന്റെ കാലാവധി അല്ലെങ്കിൽ നിങ്ങൾക്ക് വിസ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പീരീഡാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ആ സമയമാകുമ്പോൾ നിങ്ങൾക്ക് വിസ ചേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ജോലി നോക്കി നിങ്ങൾക്ക് പോവാം. പക്ഷെ നിങ്ങൾ ഏത് ജോലിയിലാണ് നിങ്ങൾ ചെല്ലുന്നത് ആ ജോലിയിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ ജോലിക്ക് അന്വേഷിക്കാം. അതേപോലെ അവിടെ നിന്നിട്ട് കൂടുതൽ ബന്ധങ്ങൾ ഉണ്ടാക്കാം. ഇതൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ സ്വമേധയാ ഇപ്പോൾ ഒരു കോഴിക്കുഞ്ഞിനെ തള്ളക്കോഴി ഒരു പരിധി വരെ പോറ്റുള്ളൂ. അതേപോലെ തന്നെയാണ് എല്ലാവരുടെ കാര്യങ്ങളും. നമ്മൾ പറക്കാൻ പറ്റുന്ന ഒരു പ്രായമായേക്കുമ്പോൾ സ്വമേധയെ പറക്കാൻ വേണ്ടി ശ്രമിക്കുക. കൂടെ നമ്മുടെ ഫ്രണ്ട്സ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് അങ്ങനെയുള്ള ആളുകളെയും കൂടി കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക പറ്റുന്നിടത്തോളം. അങ്ങനെ സ്വയമേ എല്ലാവരും ശ്രമിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ജോലിയില്ലാത്ത ആളുകൾക്ക് ഒരു സഹായമാവുകയുള്ളൂ. അപ്പോൾ അതുവഴി നമ്മുടെ സമൂഹത്തിലെ ഓരോ കുടുംബങ്ങളും രക്ഷപ്പെടും. അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചിന്തിക്കുക. അവരോട് കാര്യങ്ങളൊക്കെ പറയാം. നിങ്ങൾ ആർക്കാണെങ്കിലും ഇപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ ജോബ് വേക്കൻസി ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ എങ്ങനെ ഉണ്ട്, ജോബ് വേക്കൻസി ഉണ്ട്, ഇതേപോലെയാണ് ജോബ്, അല്ലെ നിങ്ങളുടെ പരിചയത്തിലുള്ള സ്ഥാപനത്തിൽ ജോബ് വേക്കൻസി ഉണ്ടെങ്കിൽ ഇതേപോലെ ഇത്ര മണിക്കൂറൊക്കെയാണ് ജോലി, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വരാം. അതായത് അധ്വാനിക്കാൻ മനസ്സുണ്ടെങ്കിൽ ഇതേപോലെ കാര്യങ്ങളെല്ലാം ഉണ്ട്. അല്ലെങ്കിൽ അവിടെ ബുദ്ധിമുട്ടുകളാണെങ്കിൽ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും പറഞ്ഞിട്ട് വരാൻ സന്നദ്ധരായിട്ടുള്ള ആളുകളെ മാത്രം താല്പര്യമുള്ളവരെ കൊണ്ടുപോവുക. അപ്പോൾ അവിടെ അവർ വന്നിട്ട് അവരും ജീവിക്കും. അതേപോലെ തന്നെ ഇതിൻ്റെ ഗൾഫ് ജോബിൻ്റെ ഒരു സുഖം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, നമ്മൾ മറ്റൊരു ജോലി ഇവിടെ നാട്ടിൽ ചെയ്യുന്ന പോലല്ല. ഇവിടെ അതായത് ഗവൺമെൻറ് ജോബ്സ് ഒഴികെ ബാക്കിയുള്ള ജോബുകൾ പോലെ അല്ല നമുക്ക്. അതായത് നമ്മൾ സാധാരണ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന പോലെ ഗവൺമെൻറ് ജോബിലും എല്ലാ ജോബിനും ഇല്ല. എന്നിരുന്നാലും ചില ജോബുകൾക്കൊക്കെ ഇപ്പോൾ സ്കൂളിൽ ടീച്ചർമാരൊക്കെ ആണെങ്കിൽ അവർക്ക് 2 മാസം 10 ദിവസമൊക്കെ മറ്റുള്ള ലീവുകളൊക്കെ വരുമ്പോൾ അവർക്ക് ലീവ് എടുക്കാൻ പറ്റും. ഗൾഫിൽ പോയി ജോലി ചെയ്യുന്ന ആളുകൾക്കും അത് തന്നെയാണ് എൻ്റെ സുഖം. പ്രവാസികൾ അവിടെ ഗൾഫിൽ ജോലി ചെയ്ത് കഴിഞ്ഞ് അവർ ലീവിന് വരുന്ന സമയത്ത് 10 ദിവസവും അല്ലെങ്കിൽ 2 മാസം 3 മാസം ഒക്കെ അവർക്ക് ഫ്രീ ആയിട്ട് നടക്കാം. അതാണ് പ്രവാസ ജീവിതത്തിൻ്റെ ഒരു സുഖം. 3 മാസം നമുക്ക് നമ്മുടെ കുടുംബത്തിനോടൊപ്പം സ്പെൻഡ് ചെയ്യാം. ഇവിടെ നമ്മൾ കൂലിപ്പണിക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ എത്ര കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ 3 മാസം ഒരു ജോലിക്കും പോകാണ്ട് ആർക്കും ഒന്നും കഴിക്കാനോ അല്ലെ മേടിക്കാനോ ഉള്ള സാഹചര്യം ഉണ്ടാവില്ല. അതാണ് അതിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മൾ ഇവിടെ ഉള്ള ആളുകൾ കൂലിപ്പണിക്ക് പോകുന്നു, ഡെയിലി വീട്ടിൽ വരുന്നു. പക്ഷേ അവിടെ ഉള്ളൊരു 3 മാസം അല്ലെങ്കിൽ ഒരു 2 മാസമൊക്കെ ലീവിന് വരുമ്പോൾ ഫുൾ ടൈം വീട്ടിലോ അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയോ അതിപ്പോൾ അതൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് അതെല്ലാം നമ്മളൊക്കെ അത് സ്വപ്നം കണ്ടിട്ടാണ് നമ്മളവിടെ പിടിച്ചു നിൽക്കാൻ നമുക്ക് കഴിയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുള്ളത്. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് ഇതെല്ലാം അറിഞ്ഞിട്ട് എനിക്ക് ജോലി ചെയ്യാൻ പറ്റും, എനിക്ക് എൻ്റെ വീട്ടുകാരെ വിട്ടു നിൽക്കാൻ പറ്റും, എനിക്ക് എൻ്റെ ഫ്രണ്ട്സുകളെ വിട്ടു നിൽക്കാൻ പറ്റും, ഇതെല്ലാം നമ്മൾ പറ്റുന്ന ആളുകൾ മാത്രമേ പ്രവാസത്തിലേക്ക് ഇറങ്ങാവുള്ളൂ. അല്ല അവിടെ വന്നു കഴിയുമ്പോൾ തന്നെ എനിക്ക് പിറ്റേ ദിവസം തന്നെ മാനേജർ പോസ്റ്റ് കിട്ടും, അല്ലെങ്കിൽ നാളെ തന്നെ ഞാനൊരു സ്ഥാപനത്തിൻ്റെ MD ആവും, അങ്ങനൊന്നും വിചാരിച്ചിട്ടൊന്നും കാര്യമില്ല. അധ്വാനിക്കണം. അതേപോലെ നല്ല രീതിയിൽ ഐഡിയാപരമായിട്ട് കാര്യങ്ങൾ തിങ്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഉയർച്ചകൾ ഉണ്ടാവുള്ളൂ. അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങൾക്ക് കുറച്ച് സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ ഏത് ഫീൽഡിൽ ഇൻവെസ്റ്റ് ചെയ്യണം, അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു സ്ഥാപനം നമുക്ക് തുടങ്ങാൻ പറ്റും എന്നുള്ളതൊക്കെ നമ്മളത് അവിടെ വന്നിട്ട് ആ സമൂഹത്തിൽ നിന്നുകൊണ്ട് അവിടെ നിന്ന് പഠിച്ചിട്ട് വേണം ഉയരാനായിട്ട്. അങ്ങനെ തന്നെയാണ് ഇതുവരെയുള്ള ഓരോ ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തന്നെ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ചെയ്യുമ്പോഴാണ് നമുക്കും ഒരു ഉയർച്ച ഉണ്ടാവുക. അപ്പോൾ അതിനൊക്കെ സന്നദ്ധരായിട്ടുള്ള ആളുകൾക്ക് മോസ്റ്റ് വെൽക്കം. എപ്പോൾ വേണമെങ്കിലും വരാം നമ്മുടെ അടുത്തേക്ക്. അതായത് എന്നെ കാണാൻ അല്ലാത്തവർക്കും വരാൻ പറ്റില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ഉള്ളത് ഈ ജോബ് ഇങ്ങനെയുള്ള 2 കാര്യങ്ങളാണ്. അപ്പോൾ വിളിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും അത് നിങ്ങൾ മനസ്സിലാക്കുക. വിളിക്കുമ്പോൾ ഈ 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ നമ്പറുകൾ തന്നിട്ടുള്ളത്. കാരണം 6000 ആളുകൾക്കുള്ള വേക്കൻസി ആണുള്ളത്. അപ്പോൾ അത് 20 വയസ്സ് മുതൽ 40 വയസ്സ്, 21 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള ആളുകൾക്കാണ്.
ആ വേക്കൻസി ഉള്ളത്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം എന്ന് പറയുന്നത് 6000 ആളുകൾക്ക് ജോബ് കിട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു 1000 പേർക്ക് ജോബ് കിട്ടിയാൽ തന്നെ നമുക്ക് വലിയൊരു കാര്യം തന്നെയല്ലേ. അപ്പോൾ അതൊക്കെ ഞാൻ വേറില്ല, ഞാൻ പല വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഏകദേശം 100-ൽ കൂടുതൽ ആളുകൾക്ക് ഞാൻ കാരണം ഇപ്പോൾ പല പല ഭാഗങ്ങളും കേരളത്തിൻ്റെ ആണെങ്കിലും ഇന്ത്യയുടെ തന്നെ ആണെങ്കിലും ഇനി ഇന്ത്യ അല്ലാതെ തന്നെ പല ഭാഗങ്ങളിലാണെങ്കിലും ഞാൻ കാരണം തുറന്ന സ്ഥാപനങ്ങൾ, അപ്പോൾ അവിടെയൊക്കെയുള്ള കുടുംബങ്ങളൊക്കെ ഇപ്പോഴും കഴിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ നമ്മളൊക്കെ അങ്ങനെ എടുക്കുന്ന ഓരോ തീരുമാനങ്ങൾ കൊണ്ടാണ് പല കുടുംബങ്ങളും കഴിയുന്നത്. അത് പല രാജ്യങ്ങളിലെ കുടുംബങ്ങളുണ്ട്. ഇപ്പോൾ ഞാനൊക്കെ ഒരു 2-3 സ്ഥാപനങ്ങൾ തുടങ്ങാൻ വേണ്ടിയിട്ട്, 3-4 സ്ഥാപനങ്ങളൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് നാൾ ജോബില്ലാണ്ട് പകുതി സാലറിയിലൊക്കെ അവിടെ നമ്മൾ വർക്ക് ചെയ്യും. അപ്പോൾ അത് കാരണം രക്ഷപ്പെട്ട എത്ര കുടുംബങ്ങളുണ്ടെന്ന് അറിയോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഓരോ കാര്യങ്ങൾ, ചെറിയ ചെറിയ നഷ്ടങ്ങൾ നമ്മൾ മറ്റ് പല ആളുകൾക്കും അതൊക്കെ ഗുണമായിട്ട് വരും. അങ്ങനെ 100-100-ൽ കൂടുതൽ ആളുകളാണ് പല നാട്ടിലുള്ള ആളുകളുടെ കുടുംബങ്ങളും ഇപ്പോഴും നമ്മളൊക്കെ കാരണം കഞ്ഞി പിടിച്ച് പോകുന്നത്. കാരണം നമ്മുടെ അടുത്തുള്ളത് പോലും നമ്മൾ വിറ്റിട്ടൊക്കെയാണ് നമ്മുടെ കുടുംബം ആ സമയത്ത് കഴിഞ്ഞിട്ടുണ്ടാവുക. അതൊന്നും ചിലപ്പോൾ ഓണർമാർക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊന്നും ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. കാരണം അത്രയും അങ്ങനത്തെ സിറ്റുവേഷൻ ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. എൻ്റെ വീട്ടിൽ അപ്പന് സുഖമില്ലായ്മ, അതേപോലെ തന്നെ അങ്ങനെ പല പല കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒക്കെ ഉണ്ടായാലും ആ സ്ഥാപനങ്ങൾ നിലനിന്ന് പോകുമ്പോൾ നമുക്കൊരു അഭിമാനം തന്നെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് എല്ലാവർക്കും എല്ലായ്പ്പോഴും ചിലപ്പോൾ മനസ്സിലായിക്കോണമെന്നില്ല. അത് എത്ര ജെനുവിനായിട്ട് ചെയ്താലും മനസ്സിലായിക്കോണമെന്നില്ല, അത് എത്ര ഫേക്കായിട്ട് ചെയ്താലും മനസ്സിലായിക്കോണമെന്നില്ല. പക്ഷേ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് എന്ത് നടന്നാലും അത് ഉള്ളതുപോലെ തന്നെ പറയുന്നുണ്ട്. പിന്നെ ഇന്ന് 2-3 പേര് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു കാണാനായിട്ട്. അതേപോലെ തന്നെ അല്ലാതെ 2-3 പേര് വന്നപ്പോൾ ഞാൻ അവരടുത്ത് പോയി കണ്ടു, നമ്മുടെ ഇവിടെ സിറ്റിയിൽ അടുത്ത് പോയി കണ്ടു. അപ്പോൾ അങ്ങനെയൊക്കെ എന്നാൽ കഴിയുന്ന രീതിയിൽ വരുന്ന ആളുകൾ, കാരണം ഇത്രയും ദിവസങ്ങൾ ഞാൻ കൊടുത്തത് കൊണ്ട് തന്നെ ആളുകൾക്കൊക്കെ ഗുണമാണ്. കാരണം ഇനി ഞാൻ ചൊവ്വാഴ്ച മുതൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം 2 പേര് ഇന്നലെ വീട്ടിലേക്ക് വന്നതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, നമ്മൾ ആദ്യം പറഞ്ഞിട്ടുന്ന ഷോപ്പിൽ നിന്ന് നമ്മൾ മാറി ഇപ്പോൾ വീട്ടിൽ തന്നെ ആക്കി. കാരണം ഒരൊറ്റ ലൊക്കേഷൻ തന്നെ ആണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളതെന്ന് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നാളെ മുതൽ ഇനി രാവിലെ 9 മണി മുതൽ 1 മണി വരെ ആളുകൾക്ക് വീട്ടിൽ വരാനുള്ള സൗകര്യമുണ്ട്. സൗകര്യം എന്ന് പറയുമ്പോൾ ഉള്ള സൗകര്യത്തിലാണ്. ഞാനിവിടെ റെൻറ്റിനാണ് താമസിക്കുന്നത്. ഞാനും വൈഫും കൊച്ചും മാത്രം ജീവിക്കുന്ന ഒരു ചെറിയ കുടുംബമാണ്. കാരണം അതിൻ്റെതായിട്ടുള്ള പരിമിതികളുണ്ട്. നമുക്ക് അത്രയും മതിയല്ലോ. കാരണം എന്ന് പറയുന്നത് ഞാൻ എപ്പോഴെങ്കിലും ഒരു മാസത്തെ ലീവിനൊക്കെ മാക്സിമം ഇവിടെ വരും പോകും, അത്രേ ഉള്ളൂ. അതും 3-4 മാസം കൂടുമ്പോൾ ഞാൻ വരും. കാരണം നമുക്ക് നമ്മുടെ കുടുംബം തന്നെയാണ് ഏറ്റവും വലുത്. നമുക്ക് അവരുടെ കൂടെ കിട്ടുന്ന, അതാണ് പ്രവാസത്തിന് ഞാൻ അനുഭവിക്കുന്ന ഒരു സുഖം എന്ന് പറയുന്നത്. ഞാൻ എവിടെയൊക്കെ ആണെങ്കിലും ഒരു 4 മാസം മാക്സിമം ഉപയോഗിക്കുന്ന ഒരു 5 മാസത്തിനുള്ളിൽ എങ്ങനെയാണ് ഞാൻ നാട്ടിൽ വരും. നാട്ടിൽ വന്നിട്ട് നമ്മൾ 1 മാസം കുടുംബത്തിൻ്റെ കൂടെ, 1 മാസം ഫുൾ ടൈം കുടുംബത്തിൻ്റെ കൂടെ തന്നെ ആയിരിക്കും. ഇപ്പോഴാണ് കൊച്ചു സത്യം പറഞ്ഞാൽ സ്കൂളിൽ പോകാൻ തുടങ്ങിയത്. എനിക്ക് അവരൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. നമ്മുടെ ഫീലിങ്സ് എല്ലാം നമ്മൾ മറച്ചു വെച്ചിട്ട് നമുക്ക് ഓരോ ബുദ്ധിമുട്ടുകൾ അവിടെ വരുമ്പോഴും നമ്മൾ ഇവരുടെ മുഖമാണ് നമ്മുടെ മനസ്സിൽ വരിക, കഷ്ടപ്പാടിൻ്റെ. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ കഷ്ടപ്പെടും. അപ്പോൾ അതൊരു സുഖമുള്ള ഒരു ഇതാണ്. പ്രവാസം അനുഭവിച്ചവർക്കേ അതിൻ്റെ ഒരു സുഖം അറിയുള്ളൂ. പക്ഷെ അതെത്ര വിവരിച്ചു കഴിഞ്ഞാലും തീരില്ല. ഒരുപാട് വിവരിക്കാനുണ്ട്. വീഡിയോസ് ഇങ്ങനെ നീണ്ടു പോകുന്നല്ലാതെ കാര്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്തോട് ഒത്തിരി ജോബ് വേക്കൻസികൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആ ജോബ് വേക്കൻസികൾ പോയി നോക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിനകത്തേക്ക് നല്ല രീതിയിൽ ഒരു CV റെഡിയാക്കിയിട്ട് അത് അയച്ചു കൊടുക്കുക. അതേപോലെ തന്നെ ആരെയും കോൾ ചെയ്ത് ബുദ്ധിമുട്ടിക്കാണ്ടിരിക്കുക. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇതിലെല്ലാ ജോബ് വേക്കൻസികളും സർവീസ് ചാർജുകളില്ലാത്ത വിസ ഫ്രീ ജോബ് വേക്കൻസികൾ എന്ന് തന്നെയാണ്. അതായത് ജോബ് വിസകൾ ഫ്രീ ആയിട്ടുള്ള ജോബ് വേക്കൻസികളാണെന്നാണ്. അതുകൊണ്ട് പണം കൊടുക്കേണ്ട ആവശ്യമില്ല. അത് ഞാൻ എടുത്തു പറയുന്നുണ്ട്. മിക്ക വീഡിയോസിൽ ഞാൻ പറയാറുണ്ട്. ഇതിന് മുന്നേ എല്ലാ ദിവസവും പറയലുണ്ടായിരുന്നു. ഇപ്പോൾ നാട്ടിലെത്തിയതിന് ശേഷമാണ് അതൊക്കെ പറയാൻ വിട്ടുപോകുന്നുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. അത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. വിസകൾ ഫ്രീ ഉള്ള, സർവീസ് ചാർജുകൾ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് വരുന്ന ജോബ് വേക്കൻസികൾ മാത്രമേ നമ്മുടെ ചാനലിൽ ഇടാറുള്ളൂ. അല്ലാത്തത് ഞാൻ എടുത്ത് പറയാറുണ്ട്. ഒന്നും പറയാത്തതെല്ലാം വിസ ഫ്രീ ജോബുകൾ തന്നെയാണ്. ഈ 6000 പേർക്കുള്ളതും അതേപോലെ തന്നെ ഗൾഫിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും ഒക്കെ അതിന് സർവീസ് ചാർജുകൾ ഉണ്ട് എന്ന് ഞാൻ പ്രത്യേകം പറയുന്നുണ്ട്. പക്ഷേ അത്രയും വേക്കൻസിയും അതേപോലത്തെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അതിനകത്തുള്ളത്. അതെല്ലാവരും മനസ്സിലാക്കുക. പിന്നെ എന്നെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഈ വീഡിയോയിൽ ഞാൻ കൊടുക്കുന്നുണ്ട്, ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഉള്ളത്രയും നാൾ ആ നമ്പർ ആക്റ്റീവ് ആയിരിക്കും. ചില സമയത്ത് ആ ഫോണിൽ എന്നെ വിളിച്ചാൽ കിട്ടുന്നില്ലെങ്കിൽ ആരെങ്കിലും എന്നെ വിളിക്കുകയായിരിക്കും. അതല്ല സ്വിച്ച് ഓഫ് പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത്രയും ബിസി ആയിട്ട്, കാരണം നാട്ടിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ കുടുംബം അല്ലെങ്കിൽ കുടുംബക്കാർ അതൊക്കെ ഒരു അത്യാവശ്യ ഘട്ടമാണ്. അതുകൊണ്ടാണ് വിളിച്ചാൽ കിട്ടാത്തത്. പക്ഷേ അതുകൊണ്ട് ഞാൻ പോകുന്നത് വരെ ഈ സിം ആക്റ്റീവ് ആയിരിക്കും. നിങ്ങൾക്ക് എപ്പോൾ വേണേലും എന്നെ വിളിക്കാം. എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ നിങ്ങളെ സഹായിക്കും. അതിനെനിക്ക് യാതൊരു മടിയില്ല, ഒരു പ്രശ്നവുമില്ല. കാരണം ഞാനും നിങ്ങളിൽ ഒരുവൻ തന്നെയാണ്. ഓക്കെ ബൈ, താങ്ക് യു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. മാക്സിമം നമുക്ക്
ജോബുകൾ കിട്ടാനായിട്ട് നിങ്ങളും പ്രാർത്ഥിക്കുക. കാരണം എന്ന് പറയുന്നത് കിട്ടുന്നത്ര ജോബുകൾ മാക്സിമം ഞാൻ ഉൾപ്പെടുത്താറുണ്ട്. അതേപോലെ ഞാനും ശ്രമിക്കുന്നുണ്ട് പല രാജ്യങ്ങളിലേക്കുള്ള, അതേപോലെ തന്നെ ഗൾഫിൽ തന്നെ ഞാൻ കൂടുതലും GCC ആണ് പറയുന്നത്. മറ്റ് രാജ്യങ്ങളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളാണെന്ന് ഞാൻ അതിനു മുന്നേയൊക്കെ അതെൻ്റെ സ്വന്തം പരിചയം കൊണ്ടും അല്ലാതെ എനിക്കറിയാം. അതുകൊണ്ട് നമ്മൾ GCC മാത്രമേ ചെയ്യുന്നുള്ളൂ. കാരണം GCC ചെയ്ത് കഴിഞ്ഞാൽ ഒന്നാമത്തെ നമുക്കൊക്കെ അവിടുന്ന് നമ്മുടെ ആരെങ്കിലുമൊക്കെ GCCയിൽ ഉണ്ടാവും. പിന്നെ ഓരോ GCC കൺട്രികളിലെ നിയമങ്ങളൊക്കെ ഏകദേശം ഒരേപോലെ തന്നെയാണ്. അപ്പോൾ നമുക്കതിനെക്കുറിച്ചൊക്കെ ചെറിയൊരു ബോധവും നമുക്കുണ്ട്. അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് നമുക്ക് നാട്ടിലേക്ക് തിരിച്ചു വരാനൊക്കെ പറ്റുന്ന രാജ്യങ്ങളാണ് GCC എന്ന് പറയുന്നത്. എന്തുകൊണ്ടും നമ്മൾ അധ്വാനിക്കുന്ന ഫുൾ പൈസ നമുക്ക് ടാക്സ് ഇല്ലാണ്ട് നാട്ടിലേക്ക് അയക്കാനും പറ്റുന്ന രാജ്യങ്ങളാണ് GCC. അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഒത്തിരി പറയാനുണ്ടല്ലോ. ചിലർക്കൊക്കെ ഭയങ്കര അസൂയ ഉണ്ടാവും ഞാനിങ്ങനെയൊക്കെ പറയുമ്പോൾ. അതിലൊന്നും ആരും വിഷമിച്ചിട്ട് ഒരു കാര്യമില്ല. ഉള്ള കാര്യങ്ങൾ സത്യമായിട്ട് തന്നെയാണ് പറയുന്നത്. ഞാൻ 13 വർഷമായിട്ട് ഉണ്ണുന്നത് ശരിക്കും ഗൾഫ് രാജ്യത്തെ ചോറ് തന്നെയാണ്. അവിടുന്ന് അധ്വാനിച്ച് കൊണ്ടുവരുന്ന കാശ് കൊണ്ട് തന്നെയാണ് എൻ്റെ കുടുംബം ശരിക്കും കുടുംബം പുലരുന്നതും എൻ്റെ കുടുംബത്തിലെ അസുഖങ്ങളും പ്രശ്നങ്ങളും ബാധ്യതകളും ഒക്കെ വരുന്ന എല്ലാം തീർക്കുന്ന അവിടുത്തെ പൈസ കൊണ്ട് തന്നെയാണ്. അപ്പോൾ അതൊന്നും ഞാൻ വിസ്മരിക്കില്ല. ഒരിക്കലും ഞാനതൊന്നും മറന്നിട്ട് ഞാൻ ഒരിക്കലും പ്രവർത്തിക്കില്ല. എന്നാൽ കഴിയുന്ന രീതിയിൽ നമ്മൾ അങ്ങോട്ടേക്ക് താല്പര്യമുള്ള ആളുകളെ കൊണ്ടുപോവുകയും ചെയ്യും. ഓക്കെ, ബൈ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. നാളെ ഇതേപോലെ വേക്കൻസികളും കാര്യങ്ങളൊക്കെ ആയിട്ട് നേരിൽ കാണാൻ വരുന്ന ആളുകൾക്ക് നമുക്ക് നേരിലും കാണാം. ഓക്കെ, ബൈ.